നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൺറോ തുരുത്ത് എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഈ ആഴ്ച. ചിത്രത്തിലെ പ്രധാന നായക കഥാപാത്രം ചെയ്ത അഭിജിയും അതുപോലെ തന്നെ പ്രധാന വേഷത്തിലെത്തിയ പുതുമുഖ നായകനായ ജെയ്സനുമാണ് ഇന്നത്തെ സിനിമയിൽ പങ്കെടുക്കുന്ന അതിഥികൾ. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. അഭിജ എന്ന ആർട്ടിസ്റ്റ് 70 ദിവസത്തെ കളിയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനയമായിരുന്നു. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നതിന് അടുത്ത ചിത്രം മൺറോ തുരുത്ത്. ഇതിലും ഒരു വ്യത്യസ്ത ഗെറ്റപ്പിലുള്ള കഥാപാത്രം. ശരിക്കും നാട്ടിൻപുറത്തെ പച്ചയായ കഥാപാത്രങ്ങളാണ് തേടി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ഒരു കഥാപാത്രത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് ആ സഞ്ചാരം എന്ന് പറയും? കഥാപാത്രത്തിൻ്റെ പേര് സഹിതം. കഥാപാത്രത്തിൻ്റെ പേര് കാത്തു എന്നാണ്. കാത്തു ഈ പ്രധാന കഥാപാത്രങ്ങൾ താമസിക്കുന്ന വീട്ടിലെ തന്നെ അംഗം പോലെ തന്നെയുള്ള ഒരാളാണ്. അവിടുത്തെ ജോലിക്കാരിയാണ്. അവരുമായിട്ട് വർഷങ്ങളായിട്ട് അവരുമായിട്ട് ബന്ധമുള്ള അവരുടെ വീട്ടിലെ അങ്ങനെ തന്നെ അവരുടെ വീട്ടിലെ ഇമോഷൻസൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പൊസിഷനാണ് കാത്തുവിൻ്റെ. കാത്തു അവിടുത്തെ തന്നെ ആളാണ്. കാത്തു ഭയങ്കര ചെയർഫുള്ളാണ്. ഒരു ദിവസത്തെ കളിയിലെ പോലെ ഉള്ളൊരു ക്യാരക്ടറല്ല. അതിൽ കുറച്ചുകൂടി ഒരു സീരിയസ് മൂഡിൽ ആണ് ത്രൂ ഔട്ട് മൂവി ആ ക്യാരക്ടർ ഉള്ളത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. എപ്പോഴും ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്ന, എന്നാൽ ടുവേർഡ്സ് ദ എൻഡ് ഒരു ട്രാൻസിഷൻ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് കാത്തു. ഈ മൺറോ തുരുത്തിലെ കഥാപാത്രം തരത്തിലുള്ള വീട്ടിലെ ഒരു ജോലിക്കാരി എന്നുള്ള അങ്ങനെ ഒരു വേഷം അതിലേക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ കളിയിൽ ശക്തമായ അങ്ങനെ ഒരു സെർവൻ്റ് ആണെങ്കിൽ പോലും ശക്തമായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടിയായാലും വളരെ പവർഫുള്ളായ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ഈ രണ്ട് സെയിം കാറ്റഗറി പെടുത്താമെങ്കിലും വ്യത്യസ്ത തലങ്ങളിലുള്ള കഥാപാത്രമാണ് രണ്ടും. ഒരുപാട് അതിൻ്റെ ആ വ്യൂ പോയിന്റ് എങ്ങനെയാണ് രണ്ടിലുള്ള കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അത് ഒരു ദിവസത്തെ കളിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൈലൻസ് ഒക്കെ ഉണ്ട്. അവർ കൂടുതലും സൈലൻ്റ് ആണ്. അവരുടെ ജോലി ചെയ്യാൻ വന്നത് അവർ ജോലി ചെയ്യുന്നു. അവർ മറ്റു കാര്യങ്ങൾ തീരെ താല്പര്യമില്ല. പക്ഷേ ഈ കാത്തു എന്ന് പറയുന്ന മൺറോ തുരുത്തിലെ ക്യാരക്ടർ അങ്ങനെയല്ല. കാത്തു എല്ലാത്തിലും ഇൻവോൾവ് ആണ്. കാത്തു അവർ പറയുന്ന എല്ലാം കേൾക്കും. വേറെ രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കും, അതിന് ചിരിക്കും. അങ്ങനെ എപ്പോഴും ആ സ്പേസിനെ ലൈവായിട്ട് വെക്കുന്നതിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ കാത്തുവിൻ്റെ ഒരു പ്രസൻസ്. അങ്ങനെ അത് രണ്ട് തരത്തിൽ പവർഫുള്ളായ രണ്ട് സ്ത്രീകളാണ്. കാത്തും പവർഫുള്ളായിട്ടുള്ള സ്ത്രീയാണ്. പക്ഷേ അങ്ങനെ പോർട്രയലിൽ അങ്ങനെ തോന്നണമെന്നില്ല. വളരെ ചിരിച്ച് കളിച്ച് അങ്ങനെ നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളെന്നേ ഉള്ളൂ. പക്ഷെ അവസാനമാകുമ്പോഴത്തേക്കും കാത്തുവിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതാണ് കാത്തുവിൻ്റെ മാത്രം ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസിഷൻ. രണ്ട് ക്യാരക്ടറിനും വസ്ത്രധാരണ രീതിയൊക്കെ ഏകദേശം രണ്ടും ഒരു ശരീരഘടനയ്ക്ക് ചേർന്ന ഒന്ന് സാരി അങ്ങനെയൊക്കെയാണ്. ഇതിൽ വളരെ കോൺഷ്യസ് ആയിട്ടാണ് മുണ്ടും ബ്ലൗസും എന്നുള്ളൊരു വേഷം സംവിധായകൻ വെച്ചിരിക്കുന്നത്. ജെയ്സണിലേക്ക് വരികയാണ്. പുതുമുഖ നായകൻ എന്ന് പറയും അല്ലേ? മൺറോ തുരുത്തിലെ ഒരു കേശു എന്ന പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നു. മനു എന്ന സംവിധായകൻ്റെ കീഴിൽ ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡുകളൊക്കെ തന്നെ അവാർഡ് മേളകളിൽ ഒരുപാട് ചർച്ചാവിഷയമായ ചിത്രത്തിലാണ് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുക. ഈ മൺറോ തുരുത്ത് പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഇത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചത് ഷൂട്ടിനൊരു 6 മാസം മുമ്പായിരുന്നു. ഈ ഒരു 6 മാസം എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു കഥാപാത്രത്തിൽ ഉൾക്കൊള്ളാനും. പിന്നെ മനുഷ്യേട്ടനുമായിട്ട് നിരന്തരം ഇൻറ്ററാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കഥാപാത്രം ഫൈനലൈസ് ആയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഷൂട്ടിൻ്റെ ആ ഷോട്ടിൻ്റെ സമയത്ത് വരെ ആക്ടിങ് ഡയറക്ഷനും കൊണ്ടും കഥാപാത്രത്തെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ഡിഫറെൻറ്റ് ഡയമെൻഷനിലുള്ള ഒരു ക്യാരക്ടറാണിത്. എന്നുവെച്ചാൽ അപ്പൂപ്പനോട് ഇവൻ്റെ ഒരു പ്ലേഫുള്ളായൊരു ബിഹേവിയർ, പിന്നെ ഇവൻ്റെ ഒരു വയലൻസ്, കേശു എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വയലൻസ്, ഈ രണ്ടും ഒരു പുതിയതായി വന്ന ഒരാളെ സംബന്ധിച്ച് അഭിനയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്നെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ ഒരു പുതുമുഖം ആയ ഒരാളുടെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ മനുഷ്യേട്ടൻ അത് വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മനുഷ്യേട്ടൻ അത് ചെയ്യിച്ചെടുക്കുകയായിരുന്നു ഈ ഒരു ക്യാരക്ടർ. മനുഷ്യേട്ടൻ മാത്രമല്ല, ഈ സിനിമയിലെ മറ്റ് ആക്ടേഴ്സ് ഇന്ദ്രൻ ചേട്ടൻ, അഭിജ, അലൻസിയറേട്ടൻ, അനിലേട്ടൻ, ഇവരുമായിട്ടുള്ള കോമ്പിനേഷൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴത്തേന് ഇവരുടെ ഒരു പെർഫോമൻസ് ലെവലുണ്ട്. ആ ഒരു പെർഫോമൻസ് ലെവൽ കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ റിയാക്ഷനിൽ തക്കതായ രീതിയിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും. ഈ മൺറോ തുരുത്ത് എന്ന ദ്വീപിനെ ആസ്പദമാക്കി പറയുമ്പോൾ ശരിക്കും ഒരു കേട്ടുകേൾവി ഉണ്ടാവും, കാഴ്ച
ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കില്ല മൺട്രോക്ക് തുരുത്ത്. ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടില്ലാത്ത രീതികളായിരിക്കും. അത്തരത്തിലുള്ളൊരു ഈ ഒരു പ്രമേയത്തിലൊരു കഥ വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനോ തുരുത്തിൽ പോകാനോ സമീപവാസികളായിട്ട് അടുത്തിടപഴകാനോ ഒരു പുതുമുഖ നടൻ എന്ന രീതിയിൽ സമയം കണ്ടെത്തിയോ ജെയ്സൺ? ഇല്ല, ഇത് മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന ഒരു തുരുത്ത് ഈ സിനിമയിൽ വളരെ മെറ്റഫറിക്കലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. തുരുത്തിനെ മനുഷ്യൻ്റെ മനസ്സുമായിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യ മനസ്സിൻ്റെ കോംപ്ലക്സിറ്റി, ബന്ധങ്ങളിലുള്ള ഒരു സാധനങ്ങളൊക്കെയാണ് ഈ തുരുത്ത്. മനസ്സ് ഒരു തുരുത്താണ്, തുരുത്തിലകപ്പെടുന്ന മനുഷ്യൻ്റെ കഥയാണിത്. അപ്പോൾ ഇത് മെറ്റഫറിക്കലായിട്ടാണ് ചെയ്യുന്നത്. കഥാപാത്രവും കഥയും തമ്മിൽ ഈ തുരുത്ത് അത് ലൊക്കേഷനായി എന്നുള്ളതല്ലാതെ ഇതിൻ്റെ പ്രമേയം വളരെ വ്യത്യസ്തമാണ്. വളരെ ഫിലോസഫിക്കലായ ഒരു ലെവലിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണിത്. പരിസ്ഥിതി സിനിമയൊന്നുമല്ല. ഏതായാലും അഭിജയിലേക്ക് വരികയാണെങ്കിൽ നീലാകാശം പച്ചക്കടൽ മൂവിയിലൂടെ അരങ്ങേറ്റം കുറിച്ചു. ആ ഒരു ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അടുത്ത ചിത്രങ്ങളിൽ തേടി വന്നു. എന്താ പറയുക, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ സൂക്ഷ്മമായ നിരീക്ഷണമോ ഒരു അഭിനയ പാഠവും നല്ല രീതിയിൽ വ്യക്തമാക്കണമെങ്കിൽ ഒരു നിരീക്ഷണ ശക്തി ഉണ്ടായാലേ പറ്റുമെന്ന് പറയുന്നു. അത്തരത്തിലൊരു ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി തികച്ചും സാധാരണക്കാരിയായിട്ട് പോകുന്ന അത്തരത്തിലൊക്കെ ഡീപ്പായിട്ട് പോകുന്ന കഥാപാത്രങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് ക്യാരക്ടർ ആവാഹിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ എത്തുന്നു അതിലേക്ക്? ഈ സാധാരണക്കാരന് ഈ ഞാൻ അവതരിപ്പിച്ച ഭൂരിഭാഗം കഥാപാത്രങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വില്ലേജിലുമൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ചിലപ്പോൾ എൻ്റെ അമ്മായി ആയിരിക്കും, ചിലപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും. ഉറപ്പായിട്ടും ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനത്തെ അത്തരം ജീവിതം, ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അത്തരം ജീവിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കാണുന്നതാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സ്ട്രേഞ്ച്നെസ് ഒന്നും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ തോന്നിയിട്ടില്ല. അത് ഉൾക്കൊള്ളാൻ അത്തരത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉൾക്കൊള്ളേണ്ടി വരുന്നത് അതിൻ്റെ ആ ക്യാരക്ടർ, ഏത് ക്യാരക്ടർ കിട്ടുമ്പോഴും ആ ക്യാരക്ടർ പർട്ടിക്കുലർലി ആ സിനിമയിൽ എന്താണ് ഈ സംവിധായകൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്ന ആൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൺസീവ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. മറ്റേത് ഫോളോ ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിൻ്റെ ഒരു മെമ്മറി നമുക്കുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഫോളോ ചെയ്തോളും. നമ്മൾ ചെയ്യേണ്ടത് ക്യാരക്ടർ സ്ക്രിപ്റ്റിൽ എന്താണുള്ളത്, അതിനകത്ത് ആളെന്ത് ചെയ്യുന്നു, അയാളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ അതിന് ഈ ഫിലിം മേക്കറുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രമാത്രം ഉണ്ട് ആ ക്യാരക്ടറിനെ പറ്റി എന്നുള്ളതും ഒരു ആക്ടറെ സംബന്ധിച്ച് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അത് നമ്മൾക്ക് വിട്ടു തരിക, അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ഇന്നതുപോലെ കൺസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുക. ഇങ്ങനെ പല മെത്തേഡ്സ് ആണല്ലോ. ഓരോരുത്തരും സിനിമ ഉണ്ടാക്കുമ്പോൾ ഓരോ മെത്തേഡുകളാണ്. ഞാനിങ്ങനെ വിവിധ മെത്തേഡുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ കംഫർട്ട് ലെവൽ വരുന്നത് എപ്പോഴും നമ്മൾ ആ ക്യാരക്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനകത്തു നിന്നാണ്. പിന്നെ ബാക്കി മെമ്മറീസ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് അത് ഫോളോ ചെയ്യുക ചെയ്യാറ് സാധാരണ. എനിക്ക് അങ്ങനെയാണ് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ ക്യാരക്ടർ ഇത്തരത്തിൽ നടക്കുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന തരത്തിൽ ചിരിക്കുന്ന ഒരാളായിക്കോട്ടെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നേരെ തിരിച്ചാണ് സംഭവിക്കുക. ക്യാരക്ടർ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ബിഹേവിയർ ഫോളോ ചെയ്യുക. അതെന്തോ കണ്ട് ശീലത്തിൽ നിന്നൊക്കെ ആയിരിക്കും. നമുക്ക് ഉള്ളിൽ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ടാവാം. ക്യാരക്ടർ മനസ്സിലായി അതിൻ്റെ സാരാംശം എടുത്തിട്ട് അതിൻ്റെ ബിഹേവിയറിങ്, അതെ, ആ ക്യാരക്ടർ എന്താണ്, അവരാരുമായിട്ട് ഇടപഴകുന്നത്, അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്. നാടകത്തിൽ നമ്മളെപ്പോഴും അങ്ങനത്തെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ആർട്സിലൂടെ ശരിക്കും ആ ഒരു പിൻബലം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അഭിനയത്തിൽ. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ എവിടെയാണ് തുടങ്ങേണ്ടതെന്ന്. നമ്മളെ സംബന്ധിച്ചൊരു ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നു എന്നുള്ളത് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് ചെയ്യേണ്ട വർക്ക് ഇയാൾ ഏത് സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, വാട്ട്, വെയർ, ഹൂ എന്നൊക്കെ പറഞ്ഞുള്ള ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ആ ക്യാരക്ടറിനെ പറ്റി. അത് അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ ഫോളോ ചെയ്യും. അതാണ് ഇതൊരു മെത്തേഡാണ്. പക്ഷെ മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത്തരത്തിലൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് ഒരു 10 ചെയ്ത് കഴിയുമ്പോഴേ, അതും സിമിലറായിട്ട് ചെയ്ത് കഴിയുമ്പം ഒരു സ്റ്റോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ തന്നെ ചെയ്ത ചില ക്യാരക്ടർ തന്നെ നമ്മൾ ഒരു ഫയലിൽ സേവ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. പിന്നെയും സിമിലറായിട്ട് വരുമ്പോൾ നമ്മൾ അത് തന്നെ പ്ലേ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാം. അത് നാച്ചുറലി സംഭവിക്കും. അപ്പം അത് ഒഴിവാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു വർക്ക് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. എളുപ്പവുമല്ല.
അല്ലെങ്കിൽ എപ്പോഴും എന്നെ തന്നെ കാണേണ്ടി വരും. ഇപ്പം സംഭവിച്ചേക്കാം ഇനിയും ഭാവിയിലൊക്കെ ഇതിപ്പം കണ്ട് അഭിജയ് തന്നെയാണല്ലോ എപ്പോഴും കാണുന്നതെന്നൊക്കെ തോന്നിയാൽ ഞാൻ ആസ് ആൻ ആക്ടർ പരാജയപ്പെട്ടു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എത്രമാത്രം സന്തോഷത്തോടുകൂടിയാണ് മൺട്രോത്തുരുത്തിലെ ക്യാരക്ടറിനെ കാണുന്നത്? എത്രമാത്രം ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്? മൺട്രോത്തുരുത്തിലെ ക്യാരക്ടറിനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട്. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കാത്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമല്ല എനിക്ക് ഉള്ളിൽ കയറിയത്, അതും ഫുൾ അങ്ങ് കിട്ടി. എല്ലാവരും ഇപ്പം ഞാൻ എൻ്റെ പാർട്ട് വായിക്കുമ്പോൾ എനിക്കിപ്പോൾ ഓക്കെ സീൻ 5 എനിക്ക് ഉണ്ട് എന്ന് വെച്ചിട്ട് ആ സീൻ 5 ഒക്കെ ഞാൻ കേശുവായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് പകരം അതിന് മുമ്പ് എന്തായിരുന്നു, തൊട്ട് പുറകിലുള്ള സീനിൽ എന്താ സംഭവിച്ചതെന്ന് ഇരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുമ്പം അതിനും കണ്ടിന്യൂറ്റിയിലല്ലല്ലോ മിക്കവാറും സിനിമ സംഭവിക്കുന്നത്. ചിലപ്പോൾ അവസാന പാർട്ടായിരിക്കും ആദ്യം എടുക്കുക, തിരിഞ്ഞായിരിക്കും, അങ്ങനെ നാടകത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. പക്ഷെ അപ്പം നമ്മളൊരു കുറച്ച് സീനുകൾ പുറകിലേക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടും. ഇതിനു മുമ്പ് എന്താ സംഭവിച്ചെന്നൊരു അന്തവും ഇല്ലാതെ നമുക്ക് ഒരു സാധനം ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അതെന്താ എനിക്ക് മനസ്സിലായില്ല, ഇതിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഈ ഡയറക്ടറുടെ അടുത്ത് ചോദിക്കാൻ പറ്റണം എന്നുള്ളതാണ് ആസ് ആൻ ആക്ടർ എനിക്കുള്ളൊരു ഡിമാൻഡ്. എനിക്ക് അങ്ങനെ പറ്റണം, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവത്തില്ല. ഇതിന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് ആ ക്യാരക്ടർ ആ പൊസിഷനിലും ആ സിറ്റുവേഷനിലും എത്തിയതെന്ന് എപ്പോഴും അങ്ങനെ ഒന്ന് ഓർത്തെടുക്കേണ്ട ഒരു ആവശ്യം തോന്നാറുണ്ട്. ജെയ്സൺ ഈ പുതുമുഖ സംവിധാനം എന്ന് പറയാൻ പറ്റില്ല, ഒട്ടനവധി ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു. അന്താരാഷ്ട്ര ലെവലിൽ അവാർഡുകൾ വരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം തന്നെ മൺട്രോത്തുരുത്ത്. ആ ഒരു സംവിധായകൻ്റെ കീഴിൽ അഭിനയിക്കാൻ പറ്റിയ ആദ്യ ചിത്രത്തിൽ തന്നെ ആ ഒരു ഇതിനെങ്ങനെ കാണുന്നത്? എൻ്റെ ഭാഗ്യം. ഡെഫിനറ്റ്ലി ഇത് മനുഷ്യേട്ടൻ്റെ ഒരു നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞില്ല 6 മാസത്തിന് മുൻപാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചത്. ഈ ഒരു 6 മാസം ഇടയ്ക്കിടയ്ക്ക് മനുഷ്യേട്ടനെ മീറ്റ് ചെയ്യുമ്പോഴും മനുഷ്യേട്ടൻ ഒരു ഡയറക്ടറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറിനെ അദ്ദേഹം ആക്ടറിൻ്റെതായ രീതിയിൽ നിന്ന് എങ്ങനെ കൂടുതലായത് കുറയ്ക്കുക, കുറവുള്ളത് കൂട്ടുക എന്നുള്ളത് ഒരു ഡയറക്ടറുടെ ജോലി എന്നുള്ളത്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ജെയ്സൺ എന്ന് പറഞ്ഞ വ്യക്തിയെ മനുഷ്യേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വ്യക്തിത്വം മനസ്സിലാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ക്യാരക്ടറാണ് മൺട്രോത്തുരുത്ത്. അത് മനുഷ്യേട്ടനെ പോലുള്ള ചുരുക്കം ചില സംവിധായകർക്ക് മാത്രം പറ്റുന്ന ഒരു ജോലിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രത്തോളം കൂട്ടാനോ കുറയ്ക്കാനോ സംവിധായകന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്തോ സ്വന്തമായിട്ട് അങ്ങനെയല്ല, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെയല്ല ഉദ്ദേശം. ഒരു പുതിയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു തലമാണ്. എൻ്റെ തലയിലൂടെ ഈ ഒരു കഥാപാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കണം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ കഥാപാത്രത്തിന് വേണ്ടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം. അത് മാത്രമല്ല, പിന്നെ വേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മിസ്സാവാം. ഇൻ ദ സെൻസ് ആക്ടിങ് മാനറിസത്തെ പറ്റി ഒന്നല്ല പറയുന്നത്, ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഷോട്ട് എടുക്കുന്നത് ലൈറ്റ് ക്യാച്ച് ചെയ്യുന്നു, ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് മനുഷ്യേട്ടനുള്ള ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി. പിന്നെ ഈ ഒരു ക്യാരക്ടർ ഞാൻ കൺസീവ് ചെയ്തത് മനുഷ്യേട്ടൻ്റെ ഒരു നറേഷൻ. മനുഷ്യേട്ടൻ നമുക്ക് നറേറ്റ് ചെയ്ത് തരും പ്രോപ്പറായിട്ട്, അതായത് ഈ കഥാപാത്രത്തിൻ്റെ ഡയലോഗിൻ്റെ ഒരു ടോൺ. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, മനുഷ്യേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ പറയാൻ കൊതിയാവും, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഒരു കോമ്പിനേഷനെ കുറിച്ച് നിങ്ങൾ രണ്ട് തമ്മിലുള്ള ചിത്രത്തിന് തമ്മിലുള്ള കോമ്പിനേഷൻ അത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്തപ്പോഴെങ്ങനെയാണ്? നമ്മളെല്ലാം എനിക്ക് തോന്നിയത് നമ്മളെല്ലാം ഒരുപാട് തിയേറ്റർ കണ്ട ആർട്ടിസ്റ്റ് 1-2 ചിത്രങ്ങളെല്ലാം വേഷങ്ങൾ ചെയ്ത് ജെയ്സൺ ഒരു പുതുമുഖമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കിട്ടിയ വേഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു? ആക്ടിങ്ങിന്റെ ഇതിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം റിയാക്ഷൻ അഭിജയുടെ അടുത്തുനിന്ന് ഒരു സാധനം വരുമ്പോഴത്തേനും അതിൻ്റെ റിയാക്ഷൻ എനിക്ക് സ്പോണ്ടേനിയസ്ലി അത് വരുന്നുണ്ട്. അതൊരു നല്ല ആക്ടറുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രം വരുന്നൊരു സംഗതിയാണ്. നമ്മൾ ഭയങ്കര ഈസി ആയി തോന്നുന്നു സെറ്റില്. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. നമുക്കൊന്നും അങ്ങനെ പരസ്പരം അറിയുന്ന ആൾക്കാർ വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും വേറൊരു തരത്തിൽ കണക്ട് ആയി, ഭയങ്കര ഈസി ആയി. അപ്പോൾ അത് തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് ഒരു ബന്ധം ഞങ്ങൾ മാത്രമായിട്ടല്ല, എല്ലാവരും ഇന്ദ്രൻ ചേട്ടനായിട്ടും നമ്മുടെ ഡയറക്ടർ, ക്യാമറമാൻ എല്ലാവരും ബേസിക്കലി പാഷനേറ്റ് ആയ ആളുകളായതുകൊണ്ട്
ആ ഒരു സെറ്റിലെ എനർജി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എനർജി ആയിരുന്നു. നമുക്ക് എത്ര ദിവസം ഉറങ്ങിയില്ലെങ്കിലും ആ ഒരു എനർജി ലോസ് ഒന്നും നമ്മൾ ഫീൽ ചെയ്യാം. ആരും ഇങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ച് റൂമിൽ പോയി തന്നെ ഇരിക്കുക ഇങ്ങനത്തെ പരിപാടിയില്ല. എല്ലാവരും എപ്പോഴും ഒന്നിച്ചിരിക്കുക, എപ്പോഴും ഡിസ്കസ് ചെയ്യുക, നാളത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും എല്ലാത്തിലും ഒരാളൊരു പണി മാത്രം ചെയ്യുന്നു എന്നല്ല. അപ്പോൾ ഈ കപ്പ് ഇവിടെ ആയിരുന്നു ഇരിക്കേണ്ടത്, മറ്റേ ഷോട്ടിൽ ഇങ്ങനെയല്ലത് കണ്ടിന്യൂറ്റി അല്ലേ എന്ന് എല്ലാവരും ചോദിക്കും. അത്രയും എല്ലാവരും അതിനെ പറ്റിയൊക്കെ ഭയങ്കര ശ്രദ്ധയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സ്ക്രിപ്റ്റ് അത്ര പ്രിയപ്പെട്ടതായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അതെ അതെ, അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ വരുള്ളൂ. എല്ലാവരും അതിനെ അങ്ങനെയാണ് എടുത്തത്, ആ സ്ക്രിപ്റ്റിനെയും ആ വർക്കിനെയും ഒക്കെ. ഏതായാലും മൺറോത്തുരുത്ത് എന്ന ചിത്രം പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കട്ടെ. അതുപോലെ തന്നെ അഭിജിയുടെ കഥാപാത്രവും ജെയ്സിൻ്റെ കഥാപാത്രവും. എന്താണ് അഭിജിയുടെ അടുത്ത വർക്ക് ഏതാണ്? അടുത്ത വർക്ക് ഇപ്പോൾ സിനിമയൊന്നും കമൻറ്റ് ചെയ്തില്ല. ഞാൻ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിലൊക്കെ ആയിരുന്നു, എൻ്റെ അമ്മ സുഖമില്ലാതെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ആലോചിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സിനിമകൾ നല്ലത് വരുമ്പം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. ഇപ്പം ടൈപ്പ് കാസ്റ്റൊക്കെ അത് മാത്രം സംഭവിക്കരുതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അത് വരുമ്പോൾ അതെടുക്കും, അങ്ങനെ ചെയ്യും. പാരലലി സ്ട്രോങ് ആയിട്ട് തന്നെ തിയേറ്റർ മുമ്പോട്ട് പോകാൻ തീരുമാനമുണ്ട്. അങ്ങനെ ജെയ്സന്റെ അടുത്ത പ്രൊജക്റ്റ്? എൻ്റെ മൺറോത്തുരുത്തിന് ശേഷം ഞാൻ ഒരു സിനിമ അഭിനയിച്ചു. 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ. കാബോഡി സ്കേപ്സ്, എൻ്റെ ജയൻ ചെറിയാൻ ആണ് അതിൻ്റെ അതെ പാപ്പിലെ ബുദ്ധ സംവിധാനം ചെയ്ത്. അതൊരു വേറൊരു അത് ഇതുവരെ ഫെസ്റ്റിവലുകളിലൊക്കെ കളിക്കുന്നുണ്ട്. ഇതുവരെ റിലീസായിട്ടില്ല ഇന്ത്യയിൽ. അതിപ്പോൾ ഇതുവരെ റിലീസായിട്ടില്ല. അപ്പോൾ ഈ ഒരു 2 ചിത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെ അതിനുശേഷം ഇപ്പോൾ 1-2 കഥകൾ ഇങ്ങനെ കേട്ടു. ഒന്നും ഫിക്സ് ആയിട്ടില്ല. നത്തിങ്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാം? ചിത്രത്തെക്കുറിച്ച് ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു നറേഷൻ ആണ് ഈ കഥയ്ക്കുള്ളത്. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനൊക്കെ ഉണ്ട്. അതാരും ചിലപ്പോൾ പ്രതീക്ഷിക്കില്ല. ഒരു അവാർഡ് സിനിമ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയല്ലല്ലോ സാധാരണ. അങ്ങനെ അവാർഡൊക്കെ കിട്ടിയ സിനിമ എന്ന് പറയുമ്പം പെട്ടെന്ന് സീരിയസ് ആണോ, നിങ്ങൾ ചിരിക്കാനൊന്നും പാടില്ലാതിരുന്ന് വളരെ ഗൗരവത്തോടെ കാണേണ്ട അങ്ങനെയൊന്നുമല്ല മൺറോത്തുരുത്ത്. നിങ്ങൾ ചിലപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കും. അങ്ങനെ ചിരി വന്നാൽ ചിരിച്ചേക്കുക, അങ്ങനെ തന്നെയുള്ളൂ ആ സിനിമ. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ കുറച്ച് സൈലൻ്റ് ഒക്കെ ആയിട്ട് മനസ്സിലാക്കുക. വീട്ടിൽ പോയിട്ടിരുന്ന് അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുക, ഒന്നുകൂടെ കാണാൻ തോന്നി ഒന്നുകൂടെ സിനിമ കാണുക. അങ്ങനെ ചിലപ്പോൾ ഇത് 3-4 ഞാൻ 4 പ്രാവശ്യമൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇനിയും കാണണം. കാരണം അതിനൊത്തിരി ലെയേഴ്സ് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് പല ലെയറുകളുണ്ട്. അതങ്ങനെ തന്നെ കാണാൻ പറ്റണം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. വളരെ സരസമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ മൺറോത്തുരുത്ത് കണ്ടപ്പോൾ ഇത് നമ്മുടെ ഭൗതിക തലത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെക്കുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് മൺറോത്തുരുത്ത്. വളരെ സീരിയസ് ആയ ഫിലോസഫിക്കലായ ഒരു പ്രമേയം. അത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നറേറ്റ് ചെയ്തു പോയൊരു വ്യത്യസ്തത, പുതുമ എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീശേ വാക്കായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നത് ഈ സിനിമ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. സോ പ്ലീസ്, ഒരു മൺറോത്തുരുത്ത് അനുഭവിക്കേണ്ട ഒരു സിനിമയാണ്. അതിനെപ്പറ്റി സംസാരിച്ച് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കിപ്പിക്കാമെന്നുള്ളത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ watch and understand it. Yeah.